ഇവിടെ താരങ്ങളുണ്ടാവും, കച്ചവട സാധ്യതയുള്ളവരുണ്ടാവും, നടന്മാരുണ്ടാവും. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു മോഹൻലാലോ മമ്മൂട്ടിയോ ആ ലെഗസി കൊണ്ട് ഇനി ഉണ്ടാവാൻ, അതുപോലെ ഉണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അവരുടെ ലോഞ്ചിവിറ്റി, പിന്നെ അവർക്ക് വളരെ ചെറിയ പ്രായത്തിലേ കിട്ടിയ കഥാപാത്രങ്ങൾ, ആ സിനിമ സ്വീകരിക്കപ്പെട്ട രീതി അതിനേക്കാൾ വളരെ വ്യത്യസ്തമാണ് ഇന്ന് സിനിമ സ്വീകരിക്കപ്പെടുന്നത്. അന്നത്തെക്കാളും വളരെ വ്യത്യസ്തമാണ്. അന്ന് നമ്മൾ തിയേറ്ററുകളിൽ പോയി കാണുന്ന ഒരു സിനിമ റിപ്പീറ്റ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ നമുക്ക് അത് OTT പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്, റീൽസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്, അല്ലേ? നമുക്ക് വളരെ ഷോർട്ടായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കാണാം. അപ്പോൾ നമ്മുടെ കാഴ്ചയുടെയൊക്കെ രീതി വല്ലാതെ മാറിപ്പോയി. പിന്നെ നടീനടന്മാരോടുള്ള സമീപനമൊക്കെ നമ്മുടെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കരമായ കമേഴ്ഷ്യൽ സാധ്യതകളുള്ള ആ അർത്ഥത്തിൽ താരങ്ങളുണ്ടാവാം. പക്ഷേ ഇങ്ങനെ ഐക്കോണിക് എന്നൊക്കെ പറയാവുന്ന ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെന്നാണ്. പിന്നെ ബൃഹദാഖ്യാനങ്ങൾ പൊതുവേ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ഗ്രാൻഡ് നരേറ്റീവ്സ് എന്ന് പറയുന്നത് പോയിട്ട് എല്ലാം ചെറിയ ചെറിയ നരേറ്റീവ്സിലേക്കല്ലേ, ചെറിയ കഥകളിലല്ലേ നമുക്ക് ഇൻട്രസ്റ്റ്. എപ്പിക്കുകളില്ലല്ലോ നമ്മുടെ മുമ്പിൽ. അത് പ്രധാനപ്പെട്ട കാര്യമാണ്.